അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം അനിയും അനാമികയുമായിട്ടുള്ള വിവാഹമാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ വിവാഹശേഷം എല്ലാവരും അനന്തപുരിയിലേക്ക് വരികയാണ്. അനാമികയുടെ കുറച്ച് ബന്ധുക്കളും അമ്മയും അച്ഛനും അതുപോലെ നമ്മുടെ അനന്തപുരിക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ നയനയും നവ്യയുമാണല്ലോ ആരതിയെ കുഴിഞ്ഞ് അവരെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ആ ഒരു അവസരത്തിന് വേണ്ടി അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് നന്ദുവിൻ്റെ ആ പ്രശ്നങ്ങളും എല്ലാം നയന കാരണമാണെന്നൊക്കെയുള്ളൊരു ചിന്തകളൊക്കെ അനാമികയുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുകയാണ്. ഒരിക്കലും നയനേനെ നന്ദുവിനെയും നവ്യനെയും ഒന്നും അനാമികയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അനിക്കും നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ അനാമിക മനസ്സിലാക്കുന്നുണ്ട്. പരസ്പരം ഇഷ്ടത്തിലായിരുന്നു എന്നും അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ അവളുടെ മനസ്സിലിങ്ങനെ കാട് പിടിച്ച് അല്ലാതെ ആ ഒരു ചിന്ത ഇങ്ങനെ അവളുടെ മനസ്സിലേക്ക് ഇറങ്ങി ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ദേഷ്യവും ഇവരോട് അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാവുകയാണ്. അവളുടെ അമ്മയും അതിന് സപ്പോർട്ടാണ് കേട്ടോ. അമ്മയാണെങ്കിലും ഇവരോട് ഇങ്ങനെ എതിർത്ത് നിൽക്കാൻ തന്നെ ഇവളെയും പറയുന്നുണ്ട്. അങ്ങനെ അവൾ വീട്ടിലേക്ക് കയറാൻ വരുമ്പോഴേക്കും നയനെ നിലവിളക്കെടുക്കുക എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അപ്പോഴേക്കും ആ അനാമിക പറയാണ്, ഇല്ല, ഇവള് നിലവിളക്കെടുത്താൽ ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ല എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. എന്തായി പറയുന്നത് മോളെ അനാമിക, മോൾ എന്തായി പറയുന്നേ? അവളൊന്നും വിളിക്കാൻ പാടില്ല, അത് നിന്റെ ചേച്ചിയാ, നയനേച്ചി എന്ന് വേണം വിളിക്കാനെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, സോറി, എനിക്കതിന് കഴിയില്ല. എൻ്റെ വിവാഹം നടക്കരുതെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ആളാണ് ഈ നയനയും നവ്യയൊക്കെ. അതുകൊണ്ട് അവർ നിലവിളക്കെടുത്ത് എന്നെ സ്വീകരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ആദർശ് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നയന ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ പറഞ്ഞല്ലോ, അവൾ നിങ്ങളെയും വന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കാനേ അവൾ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലാതെ അവളൊന്നും അറിഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, മോളെ സത്യമായിട്ടും ഞാൻ അവരെ ഒന്നിപ്പിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഞാൻ മോളോടും വന്ന് പറഞ്ഞ കാര്യമല്ല ഇതെല്ലാം. എല്ലാവരെയും രണ്ടു വഴിക്ക് ആക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. മോളെയും അനിയനെയാണ് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചത്. നന്ദുവിനെയും അനിയനെയും രണ്ടു വഴിക്ക് ആക്കാനേ ശ്രമിച്ചുള്ളൂ എന്നൊക്കെ പറയാണ്. മതി, നിങ്ങളുടെ കള്ളത്തരമൊന്നും ഇനി എൻ്റെ അടുത്ത് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ജാനകി പറയാണ്, അതെ, അനാമിക പറഞ്ഞതാ ശരി. ഇവളും ഇവളുടെ കുടുംബക്കാരും കംപ്ലീറ്റ് ഫ്രോഡുകളാ. ഇവളുമാർ വന്ന് കയറിയ അന്ന് തുടങ്ങിയ പ്രശ്നം ഇവിടെ. ഇനി ഇവളുമാരുടെ ഒരു അവതാരം ഇവിടെ ആവശ്യമില്ല. ഇവളുമാരെ നിലവിളക്കെടുത്ത് എൻ്റെ മരുമകൾ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ട. എൻ്റെ മരുമകൾക്ക് ഞാൻ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവളും കൂടി സപ്പോർട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അനാമികയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമികയുടെ അമ്മ പറയാണ്, അതെ, എൻ്റെ മകള് പറഞ്ഞു തന്നെയാ ശരി. ഇവളുമാര് നിലവിളക്കെടുക്കണ്ട, എൻ്റെ മകളുടെ അമ്മായിമ്മ തന്നെ നിലവിളക്കെടുക്കട്ടെ എന്ന് പറയുന്നു. അനി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതെന്റെ ഏട്ടത്തി അമ്മയാ. ഏട്ടത്തിയമ്മ നിലവിളക്കെടുത്തതിന് ശേഷം നീ കയറിയാ മതി എന്ന് പറയുന്നുണ്ട്. സോറി, എനിക്കതിന് പറ്റില്ല എന്ന് പറയാണ് അനാമിക. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, വന്ന് കയറിയ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മോശാ മോളെ. ഇങ്ങനെ പിടിവാശൊന്നും കാണിക്കാൻ പാടില്ല. ഈ തറവാടിനെ കുറിച്ച് മോക്ക് അറിയില്ലേ? ഇത്ര വലിയ തറവാടില് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് തന്നെ എന്ത് നാണക്കേടാ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നവ്യ നയനോട് ഇങ്ങനെ രഹസ്യമായിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ, അവൾക്ക് എന്തൊരു അഹങ്കാരാണെന്ന് കണ്ടില്ലേ? വന്ന് കയറിയില്ല, അതിനു മുമ്പ് അവൾ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക, ഒന്ന് പതുക്കെ പറ എന്ന് പറയുന്നുണ്ട്. ശരി, ഞാനും എൻ്റെ ചേച്ചിയും നിലവിളക്കെടുക്കുന്നില്ല. അനാമികേനെ ജാനകി ചെറിയമ്മ തന്നെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. ആരുടെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് റൂഡായിട്ട് ജാനകി സംസാരിക്കുമ്പോഴേക്കും നയനയ്ക്ക് അത് സങ്കടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആദർശ് പറയാണ്, നിൽക്ക്, വരട്ടെ. നയന നിലവിളക്ക് കൊടുത്തിട്ട് കയറാമെങ്കിൽ അനാമികയോടെ കയറിയാൽ മതി എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഷോക്കായി നോക്കി നിൽക്കുകയാണ്. അതെ, എൻ്റെ ഏട്ടൻ പറഞ്ഞത് സത്യം. എൻ്റെ ഏച്ചി നിലവിളക്ക് കൊടുത്തിട്ട് കയറാമെങ്കിൽ നീ കയറിയാൽ മതിയെന്ന് അനാമികയോട് പറയുന്നുണ്ട്. അനാമിക അപ്പോഴേക്കും ദേഷ്യപ്പെടുമ്പോഴേക്കും ആദർശ് പറയാണ്, അല്ല, അനാമികയുടെ അച്ഛന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിർപ്പ് പറയാനുണ്ടോ എന്ന് അനാമികയുടെ അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പഴയ ഫ്ലാഷ് ബാക്ക് ഒന്ന് ഓർത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ആ ഫ്ലാഷ് ബാക്ക് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ്. അത് ഓർക്കുമ്പോഴേക്കും അയാൾ ഓർക്കാണ്, ഈശ്വര, ഇപ്പൊ ആദർശം നയനെ പിണക്കിയാല് അത് ഏറ്റവും വലിയ പ്രശ്നമാവും. നയന കാരണമാണ് ഈ ഒരു വിവാഹം നടന്നത് പോലും. അതിനിടയ്ക്കുണ്ടായ സംഭവങ്ങളെല്ലാം മൂടിമറിച്ച് ഒരു വിഷയമുണ്ടാവാതെ ആക്കിയത് നയനയാണ്. അതുകൊണ്ട് അയാൾ മനസ്സിലിങ്ങനെ ഓർക്കാണ്, ഈ ചടങ്ങ് ഒരു പ്രശ്നം കൂടെ നടന്നു പോണം. അതുകൊണ്ട് അയാള് അനാമികയോട് പറയാണ്, മോളെ, ഈ അച്ഛൻ പറഞ്ഞൊന്ന് കേക്ക്. ഇപ്പോ തൽക്കാലം നയനയും നവ്യയും നിലവിളക്ക് നൽകി നിന്നെ സ്വീകരിക്കട്ടെ, ഇതിന് സമ്മതിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ ഈ നിമിഷം ഇവിടുന്ന് പോവും. ഈ അച്ഛന് വേണ്ടി ദയവേത് സമ്മതിക്കണം എന്ന് പറയുമ്പോഴേക്കും അനാമിക ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതെന്താ അച്ഛന് സംഭവിച്ചേ?
ആദർശ് ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്തുകൊണ്ടാ അങ്ങ് സറണ്ടർ ആയ എന്നൊക്കെ അനാമിക ആലോചിക്കാണ്. അങ്ങനെ അനാമിക ഒരു നിവൃത്തിയുമില്ലാതെ നയനയുടെ കൈകൊണ്ട് നിലവിളക്ക് മേടിക്കാണ്. ഈ സമയത്ത് അവൾക്ക് ആരതി ഒഴിയുന്നത് നവ്യയാണ് കേട്ടോ. നവ്യ ആരതി ഒഴിയുമ്പോൾ നവ്യ അവളെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. മനസ്സിൽ പറയാണ്, നീ കേറി വാടി, നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് നവ്യ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ നയനയാണെങ്കിലോ അവളുടെ മുഖത്ത് പോലും നോക്കാതെ സങ്കടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ നിലവിളക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഈ ആരതിയൊക്കെ ഒഴിഞ്ഞത് നമ്മുടെ നവ്യയെ കൊണ്ടുപോയി വെളിയിൽ ഒഴുക്കുന്നുണ്ട്. അങ്ങനെ അനാമിക വലതുകാല് വെച്ച് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നവ്യ നയനെ വിളിച്ചെടുത്തിട്ട് പറയാണ്, അവളുടെ അഹങ്കാരം കണ്ടില്ലേടി, വന്ന് കയറിയില്ല അവള്. അതിനു മുമ്പ് അവൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ രണ്ടും അവൾക്ക് നിലവിളക്ക് എടുക്കണ്ടാ പോലും. ആദർശേട്ടന് ഒറ്റ വാക്കിൽ എന്തായാലും അയാൾ ഒതുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നയനയ്ക്കും മനസ്സിലാകുന്നുണ്ട് ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് അയാൾ അത്രയും പെട്ടെന്ന് ഒതുങ്ങി എന്നുള്ള കാര്യം. അങ്ങനെ അനാമിക അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ അനാമിക അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴേക്കും ഈ പാലും പഴമൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് രണ്ടുപേരും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വന്നിങ്ങനെ പാലും പഴമൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. ഈ സമയത്ത് നയനയും വന്ന് ഇങ്ങനെ നയനെ പാ ഗ്ലാസ് മേടിക്കുമ്പോഴേക്കും നയനേനെ അനാമിക അങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും നയന പതിയെ പിന്നോട്ടൊന്ന് വലിയുന്നുണ്ട്. ഇത് ആദർശ് നവ്യൊക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ ഒന്ന് നയനയുടെ കയ്യിൽ പിടിച്ചിട്ട് പോയി അവർക്ക് പാലും പഴവും കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും ചേച്ചി അതെന്ന് പറയാണ്. ആദർശ് നവ്യ പറഞ്ഞത് കേട്ടില്ലേ, പോയി അവർക്ക് പാലും പഴവും കൊടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നവ്യയും ആദർശും മനഃപൂർവ്വം നമ്മുടെ നയനനെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അനാമികയുടെ ആ ദേഷ്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവ്വം ചെയ്യണമെന്ന് തന്നെ കരുതിയിട്ട് തന്നെ ചെയ്യിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നയനെ പോയിട്ട് രണ്ടുപേർക്കും പാലും പഴവും കൊടുക്കുന്നുണ്ട്. അനാമികയാണെങ്കിൽ അവളോടുള്ള ദേഷ്യം ഇങ്ങനെ കടിച്ചമർത്തിയിട്ടാണ് അതൊക്കെ കുടിക്കുന്നതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അനാമിക തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നയനയാണെങ്കിൽ എല്ലാവർക്കും പായസം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പായസം കൊണ്ടുവന്നിട്ട് നയന പറയാണ്, എല്ലാവരും സന്തോഷമായൊരു ദിവസമല്ലേ, എല്ലാവരും ഈ മധുരം കഴിച്ചിട്ട് നമുക്ക് ആരംഭിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും മധുരം കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ദേവേനി പറയാണ്, എനിക്ക് വയറ് നല്ല സുഖമില്ല, എനിക്ക് പായസം വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി കൊണ്ട് പായസം കൊടുക്കുമ്പം എനിക്ക് വേണ്ട, നിന്റെ പായസം കൊണ്ടേ കൊടുക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നയന സങ്കടപ്പെട്ടുകൊണ്ട് ബാക്കി എല്ലാവരും കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അനാമികയാണെങ്കിൽ ആ പായസം മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് നീക്കി വെക്കുകയാണ്. ഇത് അനി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ആദർശം എന്നിട്ട് പറയാണ്, ചെറിയമ്മേ, ഞാൻ ചെറിയമ്മേന്റെ സ്വന്തം അമ്മയെ പോലെയാ കരുതിയത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെറിയമ്മ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അനിക്ക് ദോഷം വരുന്ന എന്തൊരു കാര്യം ഞാൻ ചെയ്യുന്ന ചെറിയമ്മ കരുതുന്നുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? നയന പായസം ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പായസം എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അത് ജാനകി മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയാണ്, ഇങ്ങത്താ നയന ഉണ്ടാക്കിയ പായസം അല്ലേ എന്ന് പറഞ്ഞിട്ട് ദേവേനി മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും പായസം മേടിക്കുന്ന കാണുമ്പോഴേക്കും പെട്ടെന്ന് അനാമിക ചാടി അവൾക്ക് കൊടുത്ത പായസം എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആ പായസം കുടിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നല്ല പായസം, ഒരുപാട് നാളായി പായസം കുടിച്ചിട്ട് നല്ല രുചിയുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ചാപ്റ്റർ, അതായത് നമ്മുടെ നയനയും നവ്യയും അനാമികയായിട്ടുള്ള സ്റ്റണ്ടിന്റെ ചാപ്റ്റർ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജാനകി ചെറിയമ്മയ്ക്ക് ഇപ്പൊ നയന എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ആ ഒരു ചാപ്റ്ററും ഇവിടെ ആരംഭിക്കുകയാണ്. ഇതുപോലുള്ള സ്റ്റോറീസും വായിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.